ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു ചിക്കൻ കറി റെസിപ്പിയും അതുപോലെ നമ്മൾക്ക് കെമിക്കലൊന്നുമില്ലാതെ മുടി കറുപ്പിക്കാനുള്ളൊരു ട്രിക്കായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ചിക്കൻ കറി വെക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട, പെരിഞ്ജീരകം, ഗ്രാമ്പൂ, ഏലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അതിലിട്ടിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി എരിവ് കിട്ടാനായിട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാനായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനിത് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയും കൂടി അരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ മസാലക്കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചിക്കൻ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. അപാര ടേസ്റ്റാണ്, ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടമാവും. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വെള്ളപ്പത്തിനും പത്തിരിക്കൊക്കെ ഈ ഒരു കറി അപാര ടേസ്റ്റായിരിക്കും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. തക്കാളിയും കുറച്ച് വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചിക്കൻ മസാല കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു കറി നിങ്ങൾ വെച്ച് ഇട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വെച്ച് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു വെറൈറ്റി ടേസ്റ്റും അതേപോലെ തന്നെ തിളച്ച് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലും ഒരു പ്രത്യേക രുചിയും തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരുവിധം വറ്റി വന്നപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നു കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയിൽ ഞാൻ പിന്നെ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണം ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി നിങ്ങൾ വെച്ചെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെച്ച് നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് വെച്ച് കഴിക്കുമ്പോഴേ അതിൻ്റെ രുചി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. അപ്പോൾ കറി റെഡി. ഇനി നമ്മൾക്ക് കെമിക്കലൊന്നുമില്ലാതെ നമ്മളുടെ മുടി കറുപ്പിച്ചെടുക്കാനുള്ള അപാര ട്രിക്കാണ്. അപ്പോൾ ഞാൻ അതിന് ആയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ചധികം കടുകാണ്. അപ്പോൾ ഈ ഒരു കടുക് മുടിക്ക് ഏറ്റവും നല്ലതാണ്. താരനും അതേപോലെ തന്നെ പാനും ഒക്കെ ഉണ്ടാകുമ്പോഴും മുടി കൊഴിച്ചലിനൊക്കെ ഏറ്റവും നല്ലതാണ് കടുക്. ഈ സർദാർജികളൊക്കെ മുടി നിങ്ങൾക്ക് കണ്ടാലറിയാം, അവരുടെ മുടിയൊക്കെ നല്ല നീളവും കറുപ്പുമാണ്. എത്ര പ്രായമായാലും അവരുടെ മുടി തീരെ വെളുക്കില്ല, നേരെ അവർക്ക് തീരെ വരില്ല. അവർ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. അപ്പോൾ കടുകെണ്ണ നമുക്ക് ഏറ്റവും നല്ലതാണ് മുടിക്കൊക്കെ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഡൈ ചെയ്യാനായാലും നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇത് നമ്മൾ 1-2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്ന വേപ്പില ഒരു കാരണവശാലും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള നല്ല ഫ്രഷ് വേപ്പില തന്നെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചധികമായിട്ട് നമുക്ക് വേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കരിയുന്ന വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കടുക് നമ്മൾക്ക് ഈ താരനും മുടി കൊഴിച്ചലിനും മുടി രണ്ടായി പിളരുന്നതിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് വേപ്പിലയും. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഇതേപോലെ കരിയിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടത് കരിഞ്ഞ് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ വേപ്പില ചൂടാറി വന്നിട്ടുണ്ട്, കടുകും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പുമ്പോൾ തന്നെ ഇതേപോലെ പൊടിഞ്ഞിങ്ങോട്ട് പോകുന്നോളും. അപ്പോൾ അത് നന്നായിട്ട് നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മളത് പൊടിച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം മാത്രം മതി നമ്മളുടെ മുടി, വെളുത്ത മുടിയൊക്കെ കറക്കാനും അതേപോലെ അകാല നിരക്കും നര വരുന്നവർക്കൊക്കെ ഈ ഒരു സാധനം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഒരിക്കലും നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് പൊടി നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്കൊരു വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് അലോവേര ഫ്രഷായിട്ട് കിട്ടാനുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്, ഭയങ്കര വിലയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ജെല്ലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾക്ക് അലോവേര ഉണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് മാത്രം നമ്മൾ എടുത്താൽ മതി. ഒരിക്കലും നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നത് എടുക്കണ്ട. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നമ്മളിത് തലയിൽ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സാധാ ഒരു ഷാമ്പോ അതല്ലെങ്കിൽ താളിയോ വെച്ചിട്ട് മാത്രം നമ്മൾ തല കഴുകി കൊടുക്കുക. ഒരിക്കലും സോപ്പൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് നമ്മളുടെ മുടിയിൽ, തലയിട്ട്, ഓട്ടിലൊക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് നര വരാനുള്ളതും നരച്ചതും അതേപോലെ തന്നെ ചെറിയ കുട്ടികളിലൊക്കെ വരുന്ന നരയൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. അതേപോലെ മുടിയൊക്കെ നന്നായിട്ട് വളരും. 100% ഇത് ഉറപ്പാണ്. അത് നിങ്ങൾ 2-3 ദിവസം ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾ ചെയ്യണം. അത് ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് ഇനി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടായാലും നിങ്ങൾ തേച്ചാൽ മതി. അപ്പോൾ ആ വെളുത്ത് വരുന്ന മുടികളൊക്കെ കറക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നര വരേയില്ല. അപ്പോൾ നമ്മൾക്ക് 100% റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. പിന്നെ നമ്മളിത് തലയിൽ തേച്ചതിന് ശേഷം വീര്യം കുറഞ്ഞ ഷാമ്പു മാത്രം നമ്മൾ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമ്മൾ താളിയിലകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊന്നുകൂടി നമുക്ക് നല്ല ബെനിഫിറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നിങ്ങൾ ഇതേപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ നരച്ച മുടി നര വരുന്നതും പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മുടിയൊക്കെ നരച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലാതിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു.